ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ടുഡേ ഇൻ ദിസ് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു വാർത്തയാണ്. ഗ്രീമയും ഉണ്ണികൃഷ്ണനും വിവാഹത്തിന് ശേഷം ഗ്രീമയുടെ അമ്മയും ഗ്രീമയും ആത്മഹത്യ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്ത്രീകളെ ചെറുപ്പം മുതൽ ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണവും നമ്മുടെ പകുതി സമൂഹം തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ 2 പെൺകുട്ടികൾ, ഒരു ബ്രദർ, അങ്ങനെയാണ് ഞങ്ങൾ. പിന്നെ അച്ഛൻ വിദേശത്താണ്, ഷാർജയിൽ ജോലി ചെയ്യുന്നു. പിന്നെ അമ്മയും 2 പെൺകുട്ടികൾ, ഒരു ബ്രദർ. അപ്പോൾ ഈ ബ്രദർ ഏറ്റവും ഇളയതാണേ. അപ്പം ഞങ്ങളുടെ വീട്ടിലെങ്ങനെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രദറിന് വേണ്ടിയിട്ട് ഒരാൾ ചോറെടുത്ത് കൊടുക്കും, ഒരാൾ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കും, ഒരാൾ കട്ടിലൊക്കെ കൊട്ടി വിരിച്ചു കൊടുക്കും കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് പറയണത് എന്താണെന്നറിയാമോ? സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ കീഴിലായിരിക്കണം. അങ്ങനെ നമ്മളെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റാണ്. അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയും. നമ്മളുടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു. നമ്മൾ കെട്ടിച്ചെല്ലുന്ന വീട്ടിൽ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അയ്യോ ഇത് ചെയ്യണ്ട, ഞാൻ ചെയ്തുതരാം. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടേക്കണം അങ്ങനെയുള്ള കെട്ടിയന്മാരുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടണം. അപ്പം നമ്മൾ അയ്യോ അത് ചെയ്യല്ലേ. അപ്പം എൻ്റെ മദർ ഇൻ ലോ പറയും, ഡിക്സി വന്നാണ് ശരനെ ചീത്തയാക്കിയതെന്ന്. കാരണം ശരൺ അമ്മേനെ സഹായിച്ചും ചേട്ടൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്വന്തമായിട്ട് ഡ്രസ്സുകൾ വാഷ് ചെയ്യും, എല്ലാം തനിയെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോൾ എന്താ, നമ്മളെ പഠിപ്പിച്ചിട്ടേക്കണം അങ്ങനെയുള്ള ആണുങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കരുതെന്ന്. പക്ഷേ വർഷങ്ങൾ കടന്ന് നമ്മൾ ഈ ലോകം കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയാണ്. നമ്മളെന്ന് പറയുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും അവരൊരു വ്യക്തിയാണ്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഉള്ളൊരു കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു മകനും ഒരു മകളും. അപ്പോൾ ഈ മകനെ കൊണ്ട് ഈ അപ്പൂപ്പൻ അമ്മൂമ്മയും, അപ്പോൾ ഈ എൻ്റെ മകനെ കൊണ്ടും ഇതേപോലെ തന്നെയാണ്, ഒന്നും ചെയ്യിക്കത്തില്ല. മകളോട് പറയും അവൻ തിന്ന പാത്രം കഴുകി വെക്കി, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇവിടെ എവിടെയാണ് പ്രശ്നം വരുന്നതെന്നറിയാമോ? ഇവൻ കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ, ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യണമെന്നില്ല. ഇപ്പോഴത്തെ ആ ഒരു സിസ്റ്റം അങ്ങനെ. കാരണം അവരുടെ ലൈഫിൽ ജീവിക്കേണ്ട വ്യക്തികളാണ്. ആ പെണ്ണ് പാരൻസിനെയും എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് ഒരു അടിമയെപ്പോലെ ജീവിക്കുക എന്ന് പറയണത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മളത് ഇപ്പോഴേ എന്താ പറയണേ, ഇപ്പോഴേ അവർക്കൊരു ഇത് കൊടുക്കണം ഇല്ലേ. എൻ്റെ ഒരു കൂട്ടുകാരത്തി ഇതുപോലെ തന്നെയാണ്. പുള്ളിക്കാരത്തിയും ഹസ്ബൻഡും കൂടി ഉള്ള സമയത്താണെങ്കിൽ ഹസ്ബൻഡ് പുള്ളിക്കാരത്തിനെ സഹായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ അമ്മൂമ്മ ഒരു ദിവസം പാത്രം സിങ്കിലുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരത്തിയും ജോലിക്ക് പോകുന്നു, പാത്രം സിങ്കിൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വേദന അമ്മൂമ്മ പറഞ്ഞു, അയ്യോ എൻ്റെ പേരക്കുട്ടീനെ കൊണ്ട് പാത്രം കഴിക്കണം. അമ്മ വന്നപ്പോൾ അത് പറഞ്ഞു കൊടുത്ത്. ഇപ്പോൾ പാത്രം കഴുകി ആ പുള്ളിക്കാരത്തിയും ജോലിക്ക് പോകുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നതാണ്. അത് നമ്മുടെ ഒരു സമൂഹത്തിലുള്ള കാഴ്ചപ്പാടില്ലേ, അത് മാറ്റണം ആദ്യമേ തന്നെ. അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. ഇപ്പം തന്നെ എന്താ പറയണേ, ഈ ആത്മഹത്യ ചെയ്യുന്ന പല പെൺകുട്ടികളും അല്ലാത്തവരും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടേക്കുന്നത് വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങളാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യണം. അവർക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ജയ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ കേട്ടാ. ആ മൂവി കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി, ഇവന്മാരെയൊക്കെ എടുത്തിട്ട് എറിയണം കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞെങ്കിലും അത് യൂട്യൂബ് എന്താ പറയണേ, ഫോണിൽ നോക്കിയാണ് അത് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളുടെ സ്ത്രീകൾക്കൊരു ധാരണയുണ്ട്, നമുക്കൊന്നിനും കഴിയില്ല, നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി ജീവിതം തീർക്കാനുള്ളതാണെന്ന്. അപ്പം ഞാനൊരു ഉദാഹരണമല്ല, ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു 22 വയസ്സ് വരെയും അവൾ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് അനുസരിക്കണം. അത് കഴിയുമ്പോൾ മക്കൾ പറയുന്നത് അനുസരിക്കണം. ഈ എല്ലാ അനുസരണങ്ങളും കഴിയുമ്പോഴത്തേക്കും പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടില്ലായിരുന്നോ, ഒരമ്മേനെ മകൾ ഇറക്കി വിട്ടിട്ടും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവളെ കറിവേപ്പില പോലെ വലിച്ചെറിയുകയും ചെയ്യും. ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം എന്നാണ് ഞാൻ പറയണത്. കാരണം നമ്മളൊരാൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ അപമാനിക്കുമ്പോൾ അവരെ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാതിരിക്കുക. പിന്നെ അങ്ങേരുള്ള സിറ്റുവേഷനിൽ നമ്മൾ പോകാതിരിക്കുക. നമ്മൾ അങ്ങേര് പറയാനായിട്ട് ആത്മഹത്യ ആർക്കാ നഷ്ടം? നമുക്കാ നഷ്ടം. അതിന് കൂടെ അമ്മയും കൂട്ടുനിന്ന് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും മറ്റുള്ളവർ പറയണായിട്ട് ആത്മഹത്യ ചെയ്യാനും അവരവിടെ കിടന്ന് പറയട്ടെ എന്ന്. അവർക്ക് വായിൽ നാക്കില്ലാടത്തോളം കാലം അവർ പലതും പറയും. അവർ പറയുന്നത് സത്യമാണോ എന്നാ നേരാണോ നുണയാന്ന് ആർക്കറിയില്ല. ചിലപ്പോൾ ഈ ലോകം മൊത്തം നമ്മളെ കുറ്റപ്പെടുത്തും. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കാം. ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവ് ആണെങ്കിൽ, എൻ്റെ ഒരു റിലേറ്റീവ് ഹസ്ബൻഡ് എപ്പോൾ നോക്കിയാലും വെള്ളമടിച്ച് വന്ന് തല്ലും ഇടിക്കലും. പുള്ളിക്കാരത്തി ആത്മഹത്യ ചെയ്യാനല്ല നോക്കിയത്. പുള്ളിക്കാരത്തി 2 കുഞ്ഞു പിള്ളേരായിട്ട് അന്നധികം വിദ്യാഭ്യാസമില്ല, ഇറങ്ങി അവർക്ക് വേണ്ടി ജീവിച്ച് അവരെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ച് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു. എന്ന് പറയണ ഒരു ഹസ്ബൻഡ് ഒരു ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ പോയി ആത്മഹത്യ, മറ്റുള്ളവരുടെ അല്ല ലൈഫ്, നമ്മുടെയാണ് ലൈഫ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മളാരും പറയണ കേട്ട് ആത്മഹത്യ ചെയ്യാനാ കരഞ്ഞിരിക്കാനാ. ഈ സന്തോഷവും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അല്ലാതെ അയാൾ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വരും, ഇന്നയാൾ ഇന്നത് വാങ്ങിച്ചെന്ന് എനിക്ക് സന്തോഷം വരും, അങ്ങനെയൊന്നുമല്ല. നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറേ കോമഡി മൂവീസൊക്കെ ഇരുന്ന് കണ്ടാൽ മതി. അല്ലാതെ അവർ സന്തോഷിപ്പിച്ച അവർക്ക് നമ്മളൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക. അത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. അല്ലാതെ ഇങ്ങനെ ആത്മഹത്യ, അതും ഈ സത്യം പറഞ്ഞ സങ്കടം വന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾ ഈ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുമ്പോഴാണ്. അവർക്ക് എന്തെല്ലാം ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ, ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും, സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക അവർക്ക്. അല്ലാതെ ഈ ബീരുവിനെ പോലെ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒട്ടും ഒരു യോജിക്കാൻ പറ്റാത്ത കാര്യം. എന്ത് പ്രശ്നം ആയിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നവും സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്കറിയില്ല അവരെന്തിനാണ് ആത്മഹത്യ ചെയ്യണേന്ന് നമുക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു നിമിഷം ചിന്തിക്കുക, ജയ മൂവി കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. കാരണം ആണായാലും പെണ്ണായാലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവൻ എന്നെ നാണം കെടുത്തി, അവൻ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക. പിന്നെ ഈ പണ്ടത്തെ കുലസ്ത്രീ ഇതിക്കില്ലേ, അത് നിങ്ങൾക്ക് വേണ്ട. നമുക്ക് അതോടുകൂടി യോജിക്കാൻ പറ്റുമെങ്കിൽ ഡിവേഴ്സ് കൊടുക്കുക, മ്യൂച്വൽ പെറ്റീഷൻ കൊടുക്കുക. ഇപ്പോൾ എന്തോരം കോടതികളാണുള്ളത് ഡിവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.